പല ആളുകൾക്കുമിടയിലെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുടുംബജീവിതം തകരുക എന്നുള്ളത്. അത് ഉപ്പയും ഉമ്മയുമാവാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവാകാം, ആർക്കുമാകാം. പല കുടുംബജീവിതങ്ങളും തകർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണം പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി പൈശാചികത്തിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് പിശാചിനെ പോലും തോൽപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട്. രണ്ടുപേർ സുഖകരമായി ജീവിക്കുമ്പോൾ, നല്ല റാഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുമ്പോൾ, അതിനിടയിൽ കിടന്ന് എടങ്കോലിടുന്ന ചില ആളുകളുണ്ട്. അവരുടെ ജീവിതം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ, അവരുടെ സ്നേഹത്തിലുള്ള ആ ഒരു സ്നേഹം കണ്ടിട്ട്, ദാമ്പത്യ ജീവിതം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ, അതല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ തനിക്ക് കിട്ടണമെന്നുള്ള മോഹവുമായി ചില ആളുകൾ സിഹർ ചെയ്യാറുണ്ട്. ഏതായിരുന്നാലും എങ്ങനെ വന്നതാണെങ്കിലും കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് കാരണം ചില പിശാചാണ്. ആ പിശാചിനെ പറഞ്ഞു വിടുന്നത് ചില പിശാചിനേക്കാൾ വിഷമുള്ള മനുഷ്യരാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹർ കൊണ്ട്, മറ്റുള്ളവൻ്റെ ദുഷിച്ച കണ്ണുകൊണ്ട് തകർന്നുപോയ ദാമ്പത്യ ജീവിതങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടണമെന്നുള്ള നിയ്യത്തോടു കൂടി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് അറിയാം, ബുധൻ വ്യാഴം ദിവസങ്ങളാണ് നമ്മൾ വീട്ടിൽ കൺസൾട്ടിങ് ഉണ്ടാവുന്നത്. ആ ദിവസം നിങ്ങൾക്ക് വരാവുന്നതാണ്. മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന വിഷയം കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. വഴക്കാണ് മെയിനായിട്ടല്ലേ. ചെറിയ ചെറിയ കാരണങ്ങൾക്ക്, ചെറിയ ചെറിയ കാരണങ്ങളെത്താൽ തുടങ്ങുന്ന ഈ വഴക്ക് അവസാനം ചെന്നെത്തുന്നത് രണ്ടുപേരുടെ ത്വലാഖിൻ്റെ വക്കത്താണ്. അല്ലെങ്കിൽ ഇന്നും എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവതി, ചെറുപ്പക്കാരികൾ, പല ആളുകളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഭാര്യയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ വോയിസ് കേൾക്കുന്നത്, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോവുകയായിരിക്കും. രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോ വർഷങ്ങളോ ആയിരിക്കും. ഏതായിരുന്നാലും നിങ്ങളുടെ ഇടയിലുണ്ടാക്കുന്ന ഈ പ്രശ്നം നോർമലി പ്രശ്നങ്ങളാണ് എങ്കിൽ അത് പരിഹരിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ രണ്ടുപേരെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു നെഗറ്റീവ് ബുദ്ധിമുട്ട് നിങ്ങൾക്കിടയിലുണ്ട്, പിശാചിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് കുടുംബ കലഹങ്ങൾ കൂടുതലായിട്ട് വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുരത്താൻ പറ്റുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കിവിടെ അതിന് വേണ്ടത് പ്രധാനമായും കടുകാണ്. കടുകും ഒരു ഗ്ലാസ് വെള്ളവും. അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ട രീതി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പിടി കടുക് നമുക്ക് വേണം ഒരു ദിവസം. ഈ ഒരു പിടി കടുകിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്ന ഈ സൂറത്തുകളും പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ ഈ ഒരു ദിക്റും കൂടെ ചൊല്ലിയിട്ട് ഈ കടുക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എല്ലാ റൂമിലും, വീട്ടിൽ, അടുക്കളയിൽ, ബെഡ്റൂമിൽ, സിറ്റ് ഔട്ടിൽ ഒക്കെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി ലേശം വിതറിയിട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ അമൽ ചെയ്യാൻ തുടങ്ങുകയാണ്. നല്ല ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്നു, വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ. ശേഷം നമ്മൾ ഒളു എടുത്ത് 2 റക്അത്ത് ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുന്നു.
നിസ്കാരം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ഒരു 11 സ്വലാത്ത് ഹദിയ ചെയ്യുന്നു. ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹുവേ, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ അമൽ, ഞാൻ ഓതാൻ പോകുന്ന ഖുർആനിൻ്റെയും അസ്മാഉൽ ഹുസ്നയുടെയും ബറക്കത്ത് കൊണ്ട് പടച്ചോനെ, എൻ്റെ ജീവിതം തകർന്നു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോയി അല്ലാ. തിരിച്ച് കിട്ടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടോ, ഞങ്ങളെ കുടുംബജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പൈശാചിക ബുദ്ധിമുട്ടുണ്ടോ, പിശാചിനെ പോലും തോൽപ്പിക്കുന്ന ഏതൊക്കെ മനുഷ്യരുണ്ടോ, അവരെ ഒക്കെ അല്ലാ നീ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നീ ഞങ്ങൾക്ക് തിരിച്ചു തരണം പടച്ചോനെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ദുആ ചെയ്തതിന് ശേഷം നമ്മൾ അമൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ അമൽ ചെയ്യുമ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ശബ്ദം എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. നല്ല തൊണ്ടവേദനയും തലവേദനയും ഒക്കെ ആയിട്ട് ഒരു 4-5 ദിവസമായി. തൊണ്ടയിൽ ഇൻഫെക്ഷനാണ്, സംസാരിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വരാത്തത്, വോയിസ് മാത്രം. ഇൻഷാ അല്ലാ ചെറിയ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ കടുകും വെള്ളം എടുത്ത് വെക്കുക. ഞാൻ പറഞ്ഞ പോലെ ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാവർക്കും അറിയാം ആയത്തുൽ കുർസി അല്ലേ. നമുക്കൊക്കെ വളരെ സിമ്പിളാണ്. ആയത്തുൽ കുർസി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു. അതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ്റെ സകലമാന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തീർക്കാൻ ആ ഒരൊറ്റ പാരഗ്രാഫ് മതി. അത്രയും പവറാണ് അതിന്, അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതിന്. ഇൻഷാ അല്ലാ അതിൻ്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ ഓതണം, മനസ്സിലായോ? അപ്പോൾ ആയത്തുൽ കുർസി ഒരു 21 തവണ ഈ കടുകിലേക്ക് ഓതി ഊതുക. ശേഷം ഈ വെള്ളത്തിലേക്കും ഓതി ഊതുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൽ നമുക്കൊക്കെ അറിയാം മുഅവ്വിദത്തൈനി എന്ന് നമ്മൾ വിളിക്കാറുള്ള സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, ഈ 3 സൂറത്തിനെയും 7 പ്രാവശ്യം വീതം ഓതി ഇതിലേക്ക് ഊതുക. ഈ കടുകിലേക്കും വെള്ളത്തിലേക്കും ഓതി ഊതുക. എല്ലാവർക്കും അറിയുന്ന സൂറത്തായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അടുത്തതായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ യാ മാനിഉ യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മ എല്ലാവർക്കും അറിയാം. തടയുന്നവൻ എന്നാണ് ആ ഇസ്മിൻ്റെ അർത്ഥം, തടയുന്നവൻ. നമുക്കും തന്നെ ഇവിടെ ഒരു തടവാണ് വേണ്ടത്, മറ്റുള്ള നെഗറ്റീവ് എനർജിയെ തൊട്ടിട്ട് നമ്മുടെ ലൈഫ് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ യാ മാനിഉ യാ അള്ളാ എന്നുള്ള ആ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ 161 തവണ ഇതിലേക്ക് ചൊല്ലി ഊതുക. ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിൾ, കഴിഞ്ഞു പരിപാടി. ഈ കടുകിലേക്കും ഈ വെള്ളത്തിലേക്കും ഞാൻ ഈ പറയുന്ന സൂറത്തുകൾ ആയത്തുൽ കുർസി, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ഇഖ്ലാസ്, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ യാ മാനിഉ യാ അള്ളാ എന്നുള്ള ഇസ്മ, ഇത്രയും ഓതി ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 11 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. ശേഷം ഈ കടുക് എന്ത് ചെയ്യണം, നിങ്ങളെ വീടിൻ്റെ, ഇതാരും കാണാതെ ചെയ്താൽ മതി, ഇത് നിങ്ങളെ വീടിൻ്റെ എല്ലാ റൂമിലും മൂലയിൽ 4 മൂലയിലും ലേശം കുറച്ച് 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 എന്ത് ചെയ്യുക, മൂലയിൽ കൊണ്ടുപോയിട്ട് ഇടുക. കളയാതെ സൂക്ഷിക്കണം, കടുക് പോകാൻ പാടില്ല. ഒരു ലേശം ഒരു മൂലയിൽ ബെഡ്റൂമിലിടുക, അതേ ബെഡ്റൂമിൽ മറ്റേ മൂലയിൽ ലേശം ഇടുക, അങ്ങനെ എല്ലാ മൂലയിലും ഇടുക. ഡൈനിങ് ഹാളിൽ എല്ലായിടത്തും ലേശം ലേശം ലേശം. നമുക്കിത് അവസാനം അടിച്ചൂട്ടി വാരി കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അത് കളയാതെ സൂക്ഷിക്കണം, എവിടെയെങ്കിലും ചെതറിടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ റൂമിലും ഇട്ടതിന് ശേഷം ഈ വെള്ളം, ഊതിയ വെള്ളം നിങ്ങളെ ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ആരുമായിട്ടാണോ നിങ്ങൾ പ്രശ്നത്തിൽ നിൽക്കുന്നത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ച് നിങ്ങൾക്ക് കുളിക്കുകയും ചെയ്യാം. ശേഷം ഇങ്ങനെ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം. ഈ 7 ദിവസം ചെയ്യുമ്പോഴും കടുക് ആ
നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട ഒന്നാമത്തെ ദിവസം കൊണ്ടുപോയിട്ട കടുകിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ദിവസം ലേശം കടുക് കൊണ്ടുപോയി ഇട്ടാൽ മതി. രണ്ടാമത്തെ ദിവസം വേറെ കടുക് എടുത്തിട്ട് വേണം ചെയ്യാൻ. മൂന്നാമത്തെ ദിവസം വേറെ കടുക് എടുത്ത് ചെയ്യണം. 7 ദിവസം പുതിയ കടുക് എടുത്തിട്ട് വേണം ചെയ്യാൻ. എല്ലാം കൂടെ അവസാനം നമ്മൾ കൊണ്ടുപോയി ഒഴിവാക്കുകയുള്ളൂ. മനസ്സിലായോ? 7 ദിവസം തുടർച്ചയായിട്ട് ഈ അമൽ ചെയ്തു കഴിഞ്ഞു. 7 ദിവസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കടുക് എല്ലാം കൂടെ അടിച്ചു വാരി ഒരു പേപ്പറിൽ എവിടെയെങ്കിലും പൊതിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ നിങ്ങൾക്കിത് വെള്ളത്തിൽ ഒഴിവാക്കാൻ പറ്റും, ഒഴുകുന്ന വെള്ളത്തിൽ ഒഴിവാക്കണം. അതല്ല എങ്കിൽ നല്ല ശുദ്ധമായ മണ്ണ് നല്ല മരത്തിന് ചുവട്ടിൽ എവിടെയെങ്കിലും കുഴിച്ചിടാൻ പറ്റും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തിച്ച് കളയാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ചെയ്യാം. നമ്മൾ ഈ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളെ കുടുംബജീവിതം പൈശാചികം മൂലം തകർന്നു പോയതാണെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിക്കും, നമ്മൾ ഇത് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ ചെയ്യുന്ന കടുകും നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തിയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സമാധാനവും സന്തോഷവും മാത്രമാണ്. നമുക്കിതിന് പരിപൂർണ ഫലം കിട്ടുന്നത് ആ ഒരു ഖുർആനും പടച്ച റബ്ബിനോടുള്ള ദുആ കൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ലേ? ചില ആളുകൾ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചു വരും. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്നത് കൊണ്ട് മാത്രം, ആ ഒരു ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ടാണ് നമ്മളെ കാര്യം നടക്കുക. അപ്പോൾ ചോദിക്കുന്ന പിന്നെ ഖുർആൻ മാത്രം ഓതിയാൽ പോലെ, ഇതൊക്കെ എന്തിനാണ്? ഇതും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. അള്ളാഹു നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.